ഹായ്, നിങ്ങൾ മാർക്കോ മൂവി കണ്ടതാണ്? കണ്ടിട്ടില്ലെങ്കിൽ ദയവേത് പോയി കാണുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം മാർക്കോ മൂവിയിലെ തന്നെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 സീൻസ് ഉണ്ട്. അത് നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ രാവണ പ്രഭു മൂവിയില്ലേ, അതിലൊരു സീനുണ്ട്. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അതേപോലെ തന്നെ നമ്മുടെ വിജയുടെ മൂവിയിൽ മാസ്റ്ററിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. என்ன தொட்டவன் யாரையும் நான் மன்னிச்சு விட்டதே இல்லை. முறையை உன்னை நான் மன்னிச்சு விடுறேன். ஒழுங்கு மரியாதை நீ பார்த்து இந்த வேலையை அப்படியே அம்போன்னு விட்டுட்டு ஊரை பார்த்து ஓடி போயிடு. இல்லைன்னா இன்னைக்கு தப்பிச்சவன் நாளைக்கு சாவான், நாளைக்கு தப்பிச்சவன் நாளானைக்கு சாவான், அப்புறம் சாவான், அப்புறம் செத்துட்டே இருப்பானுங்க. நன்றி, வணக்கம். அது என்னடா சொன்ன அவன்? என்னை பிடிச்சவனெல்லாம் கொல்ல போறானா? டேய், என்னை பிடிச்சவள கோடி பேர் காட்டா வெளியில. முடிஞ்சத்தோட சொல்ற പാപ്പം. ഡയറക്ടർ തന്നെ അവിടുത്തെ ക്യാരക്ടറോട് പറയുന്നു, പക്ഷെ അത് നമുക്കാണത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഇനി അനുവദിച്ചുകൂടാ. യൂട്യൂബർ അല്ലേ? എടാ മാർക്കോ, നീ ആ ടോണി ചേനായിട്ടുള്ള ഡീലും സെറ്റാക്കാൻ നോക്കണം. അല്ലാതെ ഇതിനകത്ത് കയറി നീ അവളെ പൊക്കാൻ നോക്കിയാലേ നിന്നെ ഞാൻ പരലോകത്തേക്ക് അയക്കും. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. അത് എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെ കാണുമ്പോൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്.